നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നവരാണ്. ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു രീതിയിലും സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ വർക്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും നമ്മളെ ആ താല്പര്യക്കുറവ് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ പാഷനേറ്റ് ആയിട്ടൊരു ജോബ് ചെയ്യുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഡേ ബൈ ഡേ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവും. മാത്രമല്ല ഓരോ ദിവസം കഴിയുന്നവരും നിങ്ങൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. മോർ ഓവർ നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോബിനെ കുറിച്ചിട്ടാണ്. എന്നും പറഞ്ഞ് എല്ലാവർക്കും ഇത് കിട്ടില്ല. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഒരു പാർട്ട് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം. അതിനുവേണ്ടി ഇനി MBBS അതുപോലെ BSc ഒക്കെ എടുത്ത് ഡോക്ടറോ നഴ്സോ ഒന്നും ആവണ്ട. ഡിഗ്രിയോ +2 മതിയാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ മിക്കപ്പോഴും അതിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാറില്ല. എങ്കിൽ ഈ ജോബിലൂടെ ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഫീലാണ് നിങ്ങൾക്ക് ഓരോ ഡേയും കിട്ടാൻ പോകുന്നത്. രോഗികൾ എന്ന് പറയുന്നത് ഫിസിക്കലി മാത്രം വയ്യാതിരിക്കുന്നവരല്ല, മെന്റലിയും ഒരു വീക്കായിരിക്കും. ഫിസിക്കൽ സപ്പോർട്ടിന് ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് പേഷ്യൻസിന്റെ മെന്റൽ സപ്പോർട്ടേഴ്സ്. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ വർക്കും കോർഡിനേറ്റ് ചെയ്യുന്നതിന് പുറമെ പേഷ്യൻസിന് ഒരു കൈത്താങ്ങായി നിൽക്കാനും അവരെ സ്റ്റേബിളാക്കി നിർത്താനും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കഴിയും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രൊഫഷണൽ ജോബ് മാത്രമല്ല, സമൂഹത്തിന് ഒരു കൈത്താങ്ങ് കൂടിയാണ്. ഇതിനെല്ലാത്തിനും പുറമെ കരിയർ ഗ്രോത്ത്, സാലറി ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കണ്ണടച്ച് തുറക്കുന്ന ടൈമിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒട്ടും ടൈം കളയാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ കരിയർ ഇതിലേക്ക് സ്വിച്ച് ചെയ്തോളൂ.